അത് ബിനുവിലേക്കാണ് വരുന്നത്. കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ആളാണ്, പാട്ടുകാരനാണ്. ബിനു, എന്താണ് എക്സ്പീരിയൻസ് ഫ്യൂച്ചർ? ഇനി എങ്ങോട്ടാണ് നിങ്ങളുടെ യാത്ര? 1650 ജീവനക്കാരിൽ നിന്ന് എത്ര പേരിലേക്കാണ് സ്വപ്നം? ഞങ്ങൾ ഈ ഒരു 2020 ഈ പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗ് ഫോക്കസ് വന്നു. വലിയ ലോഗോസ്, വലിയ കസ്റ്റമേഴ്സ്, ഇപ്പം ഞങ്ങളുടെ സൈസിൽ ലോകത്തിലെ മികച്ച ബ്രാൻഡുകൾ ഞങ്ങളിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയും അത് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ഇപ്പം ഇത് വളരെ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രോഡക്ട്സ് ഇനി ഫ്യൂച്ചർ ജനറേഷൻ പ്രോഡക്ട്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത, വിൻ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ ലീഡിങ് കമ്പനികളിൽ നിന്ന് ചെയ്ത് കൂടുതൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലുത്. ഇപ്പോൾ TCS പോലെ ലക്ഷക്കണക്കിന് എംപ്ലോയീസ് അല്ല, പക്ഷേ ഈ ഒരു ലീനിയർ ഗ്രോത്ത് അല്ല, നമ്മൾ ക്വാളിറ്റിയിൽ ഇനിയും ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എക്സ്പീരിയൻസ് പോലെ ഒരു പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗ് ഫോക്കസ് ഉള്ള ഒരു കമ്പനിക്ക് പറ്റും. പല വലിയ കസ്റ്റമേഴ്സ് ഇപ്പം മിഡ് സൈസ് കമ്പനികളുടെ അടുത്തേക്ക് പോകുന്ന ഒരു രീതി ആയിട്ടുണ്ട് ഇപ്പം. അപ്പം ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അടുത്ത ലെവൽ ഓഫ് ലീഡേഴ്സിനെ ഓൾറെഡി എക്വിപ്പ് ചെയ്തു. ഇൻഫാക്ട് കഴിഞ്ഞ 2023 ശ്രീയും ജെയ്മിയും സുരേഷും 3 ബിസിനസ് വെർട്ടിക്കൽസ് ആയിട്ട് പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗ് വർക്കുകൾ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ 8 പേരിലേക്ക്, 8 സീനിയർ ലീഡേഴ്സിലേക്ക്, അപ്പോൾ അവരെല്ലാം നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നിന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് ലെയർ ഓഫ് ലീഡർഷിപ്പിന് ഞങ്ങളുണ്ടാക്കിയ കൾച്ചർ അവർ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വലുതായി കൂടുതൽ ക്വാളിറ്റിയുള്ള, കൂടുതൽ നല്ല വലിയ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്ന ഒരു കമ്പനി ആവാൻ ഉള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതിലേക്കാണ് ഞങ്ങളുടെ ഫോക്കസ്.